മുൻ കേരള മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ അനുസ്മരണ യോഗം കല്ലുവാതുക്കൽ സമുദ്രതീരം മതേതര വയോജന കേന്ദ്രത്തിൽ വെച്ച് സംഘടിപ്പിച്ചു. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന അർപ്പിച്ചു. അനുസ്മരണ യോഗം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം K. സേതുമാധവൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. കൊല്ലം താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KP സജിനാഥ് അധ്യക്ഷത വഹിച്ചു. CPIM കല്ലുവാതുക്കൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സതീശൻ സ്വാഗതം ആശംസിച്ചു. കൊല്ലം ജില്ലാ പഞ്ചായത്ത് മെമ്പർ KS ബിനു, CPIM ഏരിയ കമ്മിറ്റി മെമ്പർ RM ഷിബു, CPIM ഏരിയ കമ്മിറ്റി മെമ്പർ V സലീം, ഗ്രാമപഞ്ചായത്ത് അംഗം രശ്മി JS, കവി രാജു കൃഷ്ണൻ, ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീകുമാർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. കവിയും എഴുത്തുകാരനുമായ തട്ടാമര മധു നന്ദി പറഞ്ഞു. നമുക്കറിയാം, ഇന്നേക്ക് ഒരു വർഷം മുമ്പാണ് VS നമ്മെ വിട്ടുപിരിയുന്നത്. 21-ാം തീയതി അന്തരിച്ച അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം 21-ാം തീയതി തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ വസതിയിലും തുടർന്ന് വൈകിട്ട് പാർട്ടിയുടെ സംസ്ഥാന കേന്ദ്രമായിട്ടുള്ള AKG സെൻറ്ററിലും അവിടുന്ന് രാത്രി ആലപ്പുഴയിലേക്ക് അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് ഇതുവഴിയാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര കടന്നുപോയത്. 23-ാം തീയതി ഉച്ചയോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ സംസ്കരിക്കുന്നത്. നമുക്കറിയാം, കേരളം എത്രമാത്രം VSനെ നെഞ്ചിലേറ്റി എന്നതിൻ്റെ ദൃഷ്ടാന്തമായിരുന്നു. അദ്ദേഹം രോഗശയ്യയിൽ പൊതുരംഗത്ത് നിന്ന് മാറി വാർദ്ധക്യസഹിതമായി നിരവധി വർഷക്കാലം കിടക്കയിലായിരുന്നു. മരണമടഞ്ഞ വാർത്ത അറിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ വസതിയിലും AKG സെൻറ്ററിലും അവിടുന്ന് തിരുവനന്തപുരം ജില്ല കടന്നു വരാൻ നമ്മുടെ ജില്ലാ അതിർത്തിയായിട്ടുള്ള കടമ്പാട്ടുകോണത്ത് എത്തിച്ചേരുമ്പോൾ വൈകിട്ട് തിരുവനന്തപുരത്തിന് 3:30-4 മണിക്ക് തുടങ്ങിയ വിലാപയാത്ര തിരുവനന്തപുരം ജില്ലാ അതിർത്തിയിൽ എത്തിച്ചേരുന്നത് 12:45-നാണ്. കടമ്പാട്ടുകോണത്തിൽ നിന്ന് കൊല്ലത്ത് ചിന്നക്കട എത്തുമ്പോൾ 3:45 മണിയായി. അടുത്ത ദിവസം രാവിലെ 7 മണിയോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ വസതിയിൽ ഭൗതിക ശരീരം എത്തിച്ചേരുന്നത്. അർദ്ധരാത്രി ഉൾപ്പെടെ ആളുകൾ ഉറക്കമില്ലാതെ VSനെ ഒരു നോക്ക് കാണാൻ റോഡിൻ്റെ ഇരുവശങ്ങളിലും അദ്ദേഹത്തിൻ്റെ വസതിയിലും തിരുവനന്തപുരം വസതിയിലും AKG സെൻറ്ററിലും കേരളത്തിൽ നിന്ന് മാത്രമല്ല അയൽ സംസ്ഥാനങ്ങളുൾപ്പെടെ 10,000-കണക്കിന് ആളുകളാണ് ഒഴുകിയെത്തിയത്. VS എന്ന 2 അക്ഷരം നമ്മുടെ എല്ലാം മനസ്സിലെത്രയോ പതിറ്റാണ്ടുകളായി സ്ഥാനം പിടിച്ച പേരാണ്. ഇവിടെ സതീശൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് പറഞ്ഞു. 23-ൽ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച VS കുട്ടിക്കാലത്ത് തന്നെ മാതാപിതാക്കൾ നഷ്ടപ്പെടുകയും ബന്ധുക്കളുടെ സഹായത്തോടുകൂടിയാണ് ജീവിതം മുന്നോട്ട് പോയത്. 7-ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം അഭ്യസിച്ചതിന് ശേഷം ജ്യേഷ്ഠൻ്റെ തുണിക്കടയിൽ സഹായിയായി ജോലിയിൽ പ്രവേശിക്കുകയാണ്. അങ്ങനെ ജ്യേഷ്ഠൻ്റെ തുണിക്കടയിൽ ജോലി ചെയ്യുന്ന അവസരത്തിൽ ആ തുണിക്കടയിൽ വരുന്ന മറ്റാളുകൾ നമ്മുടെ നാടിനെ ബാധിക്കുന്ന പല പ്രശ്നങ്ങളെ സംബന്ധിച്ചും രാഷ്ട്രീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നത് കേട്ട് അതിനടിസ്ഥാനത്തിൽ പൊതുരംഗത്തേക്ക് പ്രവർത്തന പന്താവിലേക്ക് കടന്നു വന്ന VS അന്നത്തെ കാലത്ത് നമുക്കറിയാം, രാജ്യത്തിന് സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ടില്ലാത്ത നാളാണ്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ, രാജ്യഭരണത്തിനെതിരെ, ദിവാൻ ഭരണത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ 1945 അദ്ദേഹം പങ്കെടുക്കുന്നതിന് മുമ്പ് തന്നെ
16-ാമത്തെ വയസ്സിൽ പൊതുരംഗത്തേക്ക് വരികയും 17-ാമത്തെ വയസ്സിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗമായി. അന്നത്തെ പാർട്ടിയുടെ സെക്രട്ടറി സഖാവ് കൃഷ്ണപിള്ള, പി കൃഷ്ണപിള്ള, VS കയർ തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ ചുമതലപ്പെടുത്തുകയുണ്ടായത്. അമ്പലപ്പുഴ കുട്ടനാട് മേഖലയിലെ കർഷക തൊഴിലാളികളെയും കയർ തൊഴിലാളികളെയും. അങ്ങനെ ഫാക്ടറി കയർ തൊഴിലാളിയായി ജീവിതം തുടങ്ങി. കയർ തൊഴിലാളികളുടെയും കർഷക തൊഴിലാളികളുടെയും ജീവിത പ്രയാസങ്ങൾക്ക് ഉണ്ടാകുന്ന കാരണങ്ങൾക്കെതിരെയുള്ള പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകി. അദ്ദേഹം ആലപ്പുഴ ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായി വളർന്നു വരികയുണ്ടായത്. പുന്നപ്ര വയലാർ ഐതിഹാസികമായ സമരം, ആ സമരത്തിന് നേതൃത്വം കൊടുത്ത VS ഇവിടെ പറഞ്ഞതുപോലെ പോലീസ് അറസ്റ്റ് ചെയ്ത്, പൂഞ്ഞാറിൽ വെച്ച് അറസ്റ്റ് ചെയ്ത് പാലാ ലോക്കപ്പിൽ കൊണ്ടുപോയി അതിഭീകരമായ മർദ്ദനത്തിനാണ് വിധേയമായത്. രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്ന ഘട്ടത്തിൽ രാജ്യം മുഴുവൻ ആളുകൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സ്വാതന്ത്ര്യ ദിനാഘോഷം ആഘോഷിക്കുന്ന ഘട്ടത്തിൽ 2 പേർക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിരുന്നില്ല. ബ്രിട്ടീഷുകാരൻ സ്വാതന്ത്ര്യം കൈമാറി ഇന്ത്യക്കാരിലേക്ക് സ്വാതന്ത്ര്യ കൈമാറ്റം നടക്കുമ്പോഴും അന്ന് ജയിലിൽ കിടന്ന 2 നേതാക്കന്മാർ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാർ, AKGയും VSുമായിരുന്നു. അപ്പോൾ രാജഭരണത്തിനെതിരെ, ബ്രിട്ടീഷ് തേർവാഴ്ചയ്ക്കെതിരെ, രാജ്യം സ്വാതന്ത്ര്യം പ്രാപിച്ചതിന് ശേഷമുള്ള നമ്മുടെ നാട്ടിലെ സാധാരണ മനുഷ്യർക്കെതിരെ നടത്തുന്ന എല്ലാ കെടുതികൾക്കും അക്രമങ്ങൾക്കും എതിരായിട്ടുള്ള പോരാട്ടം സംഘടിപ്പിച്ച നേതാവായിരുന്നു VS. രാഷ്ട്രീയമായ അദ്ദേഹത്തിനുള്ള അഭിപ്രായ വ്യത്യാസമുള്ള ആളുകൾക്ക് ഉണ്ടാകും. വലതുപക്ഷ രാഷ്ട്രീയക്കാർക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി പ്രതിനിധി എന്ന നിലയിൽ ഇപ്പോൾ വ്യത്യസ്ത അഭിപ്രായമൊക്കെ ഉണ്ടാകും. പക്ഷേ നമ്മുടെ രാജ്യത്ത് അതിഭീകരമായ മർദ്ദനത്തിലാണ്. ലോക്കപ്പ് മർദ്ദനത്തെ സംബന്ധിച്ചെല്ലാം അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിൽ ഒരു ഓണത്തിന് നമ്മളിവിടെ സ്ഥിരമായിട്ട് ഈ വയോജന കേന്ദ്രത്തിൽ ഓണാഘോഷം സംഘടിപ്പിക്കാറുണ്ട്. ഞാൻ മിക്കവാറും എന്നെ ശ്രീ റൂവൽ സിംഗ് ക്ഷണിക്കാറുണ്ട്. ഞാൻ പലപ്പോഴും പങ്കെടുക്കുന്ന ആളാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ ആഘോഷിക്കുന്ന ഒരു ഓണാഘോഷ പരിപാടിയാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അന്തരിച്ചു പോയ സിനിമാ നടൻ ഇന്നസെൻ്റ് അദ്ദേഹത്തെ നടത്തിയ ഒരു അഭിമുഖത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ പല തീക്ഷ്ണാനുഭവങ്ങൾ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ആ അനുഭവങ്ങളിലാണിത് അദ്ദേഹം ഇവിടെ നേരത്തെ പറഞ്ഞ കഥ പറയുന്നുണ്ട്. അന്ന് പോലീസ് പിടിച്ചുകൊണ്ട് പോയി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരെന്ന്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിച്ചിരിക്കുന്ന കാലഘട്ടമാണ്. EMSും ഉൾപ്പെടെയുള്ള, കൃഷ്ണപിള്ള ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാർ ഒളിവിൽ കഴിയുന്നവർ എവിടെയാണ് എന്ന് കാണിച്ചു കൊടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് VSനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ കൊണ്ടുപോയി ജയിലിൻ്റെ ആ എഴികൾക്ക് പുറത്ത് കാല് അതിനിടയിലൂടെ ഇട്ട് ആ കാല് ലാത്തി വെച്ച് കെട്ടി, കാല് വലിക്കാതിരിക്കാൻ. കാലിൻ്റെ വെള്ളയിൽ പോലീസ് ഭീകരമായി മർദ്ദിക്കുകയാണ് ലാത്തി കൊണ്ട്. കാലിൻ്റെ വെള്ളയിലെ മർദ്ദനം എന്ന് വെച്ചാൽ നമ്മുടെ തലയുടെ ഉച്ചി വരെ ഉള്ള, കയ്യിലോ കാലിലോ ദേഹത്തോ അടിക്കുന്ന പോലെ അല്ല കാൽ വെള്ളയിൽ അടിക്കുക എന്ന് പറഞ്ഞാൽ. ഭീകരമായിട്ടുള്ള മർദ്ദനമാണ്. പക്ഷേ VS വാ തുറന്ന് ഒരു അഭിപ്രായം പറയാൻ സന്നദ്ധമാകാതെ വന്നപ്പോൾ ദേഷ്യം വന്ന് പോലീസ് ഓഫീസർ അദ്ദേഹത്തിൻ്റെ കയ്യിലിരുന്ന തോക്കിൻ്റെ ബയണറ്റ്, ആ ബയണറ്റിൻ്റെ ഏറ്റവും കൂർത്ത ഭാഗം കൊണ്ട് ആ കാൽവെള്ളയിൽ കുത്തി അദ്ദേഹത്തിൻ്റെ കാല് തുരന്ന് ബയണറ്റിൻ്റെ മൊന ഇപ്പുറത്ത് വരികയാണ്. ആ അഭിമുഖത്തിൽ ഇന്നസെൻ്റ് അദ്ദേഹം കാല് ഉയർത്തി കാണിക്കുന്നുണ്ട്. കാലിൽ ഇപ്പോഴും ഒരു കുഴി. അദ്ദേഹം മരണപ്പെടുന്നതിന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്. ആ കറുത്ത പാടും ഒരു കുഴിയുമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ചോര വാർന്ന് ജയിലിൻ്റെ തള മുഴുവൻ ചോരയായി, സെല്ലെല്ലാം ചോരയിലായി. അദ്ദേഹം ബോധരഹിതനായി. അപ്പോൾ മരണപ്പെട്ടു എന്ന് കരുതിയിട്ടാണ് അന്നത്തെ പോലീസ് അദ്ദേഹത്തെ കാട്ടിൽ ഉപേക്ഷിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ VSനെ പോലീസുകാർ കാട്ടിൽ കൊണ്ട് തള്ളിയേക്കാൻ പറഞ്ഞു എടുത്ത് കയറ്റുമ്പോൾ അവിടെ ജയിലുണ്ടായിരുന്നൊരു ജയിൽ പുള്ളി, അയാൾ നിരന്തരം ഒട്ടേറെ മോഷണ കേസിലൊക്കെ പ്രതിയാണ്, പിടിച്ചുപറി മോഷണമൊക്കെ ആയിട്ടുള്ളൊരു പ്രതിയാണ്. അയാളവിടെ ഉണ്ട്. അയാൾ പറഞ്ഞു ഞാനും കൂടെ വരാം നിങ്ങളെ സഹായിക്കാം. അയാൾ സ്ഥിരം ജയിലിലെ ഒരു പോലീസ് സ്റ്റേഷനിലൊരു സ്ഥിരം പുള്ളി ആയതുകൊണ്ട്
ഒരു സഹായിയായിട്ട് ഈ ബോഡി എടുത്ത് കാട്ടിലേക്ക് എറിയണമല്ലോ, അയാളെ കൂട്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴി വണ്ടി സഞ്ചരിച്ച് പോകുമ്പോൾ VS ചെറുതായിട്ട് അനങ്ങുന്നു. അപ്പോൾ ഇയാളോട് ചോദിച്ചു, സാറേ ഇയാൾ മരിച്ചിട്ടില്ല. അങ്ങനെയാണ് സർക്കാർ ആശുപത്രി കൊണ്ടുപോയി അദ്ദേഹത്തിനെ ചികിത്സിച്ച് മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് VS ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് ഒട്ടേറെ നേതാക്കന്മാരിവിടെ സംസാരിക്കാനുണ്ട്. അധ്യക്ഷൻ ഒരു നല്ല പ്രാസംഗികനാണ്, സാംസ്കാരിക പ്രവർത്തകനാണ്. അദ്ദേഹം ബിനുവുണ്ട്, എല്ലാവരും സംസാരിക്കും. അപ്പോൾ ജീവിതത്തിൽ ഒട്ടേറെ അനുഭവങ്ങളാണ്. ഇന്നത്തെ മാധ്യമങ്ങളെല്ലാം VSൻ്റെ സമരാനുഭവങ്ങളെ സംബന്ധിച്ച് ഒട്ടേറെ കാര്യങ്ങളിന്ന് മാധ്യമങ്ങളിലൂടെ എല്ലാം പുറത്തു വരുന്ന ദിവസങ്ങളാണ്. അപ്പോൾ വലിയ ഭീകരമായിട്ടുള്ള പോലീസ് മർദ്ദനത്തിന് വിധേയമായിട്ടുള്ള നേതാവുണ്ട്. അപ്പോൾ ബ്രിട്ടീഷുകാരനെതിരെയും രാജവാഴ്ചയ്ക്കെതിരെയുമുള്ള പോരാട്ടം സംഘടിപ്പിച്ച VS നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും അവശത അനുഭവിക്കുന്ന ആളുകളുടെ പ്രശ്നങ്ങൾക്കാണ് നിരന്തരമായിട്ട് ഇടപെട്ടുള്ളത്. സ്കൂളിൽ നിന്ന് 2ാം ക്ലാസ്സിന് ഒറ്റ പഠിക്കുമ്പോൾ ആ വലിയ അറിവില്ലായിരുന്ന കാലത്ത് അങ്ങ് അകലെ ഒരു ഓലപ്പുര ചൂണ്ടിക്കാട്ടിയിട്ട് അച്ഛൻ പറഞ്ഞു, കൈപിടിച്ചിട്ട് പറഞ്ഞു, അകത്ത് അമ്മയുണ്ട്, അമ്മയ്ക്ക് വസൂരിയാണ്. VSൻ്റെ അനുഭവം പറഞ്ഞിട്ടുണ്ട്. ആ വസൂരിയാണ്. പിന്നീട് കാണുന്നത് അമ്മ മരിക്കുന്നു, അമ്മയെ ഉൾപ്പെടെ വെച്ച് ആ പറയുന്ന ആ ഓല ഷെഡ് കത്തുന്ന കാഴ്ചയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത്. ആ അമ്മയും മകനും തമ്മിലുള്ള, ഈ അമ്മയും മകനും ആഹാരത്തിൻ്റെ കാര്യത്തിലാണ് ഈ കവിതയിൽ ദ്യോതിപ്പിക്കുന്നതെങ്കിൽ അത് ജീവിതത്തിൻ്റെ പ്രശ്നമാണ് അവിടെ വന്നത്. അതുകഴിഞ്ഞ് 11ാമത്തെ വയസ്സിൽ അച്ഛനെയും കൊണ്ടുപോയി. അപ്പോഴാണ് കുട്ടികൾ ഒരു ഇൻ്റർവ്യൂവിൽ VSനോട് ചോദിച്ചു, ഈശ്വരനുമായി എങ്ങനെയാണ്, ഈശ്വര വിശ്വാസമുണ്ടോ എന്ന് ചോദിച്ചു. ഈശ്വര നിഷേധം പറഞ്ഞില്ല, ഈശ്വരനില്ല എന്ന് പറഞ്ഞില്ല. കുട്ടികളോട് പറഞ്ഞു, ചിലർ പറയുന്നു ഉണ്ട് എന്ന്, ചിലർ പറയുന്നു ഇല്ല എന്ന്. ഉണ്ടായാലും ഇല്ലെങ്കിലും ഈശ്വരൻ നല്ലതായിരിക്കണം. പക്ഷേ എനിക്ക് വലിയ അടുപ്പം അദ്ദേഹവുമായില്ല. കാരണം 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അമ്മയെ നഷ്ടപ്പെട്ടപ്പോൾ ആ വേളയിൽ ഒന്നും പറ്റരുത് എന്ന് ഞാൻ പ്രാർത്ഥിച്ചത്, കരഞ്ഞു പറഞ്ഞത് ഈശ്വരനോട് ചെവിക്കൊണ്ടില്ല. 11ാമത്തെ വയസ്സിൽ എൻ്റെ അച്ഛനെ എനിക്ക് വേർപിരിയുമ്പോൾ അച്ഛനെങ്കിലും എനിക്ക് തരണം എന്ന് പറഞ്ഞപ്പോഴും ആ ദൈവം കേട്ടില്ല. അതുകൊണ്ട് ആ ദൈവത്തോട് എനിക്ക് ലവലേശം താല്പര്യമില്ല, നിങ്ങൾക്കാകാം എന്നാണ് VS പറഞ്ഞത്. അവിടെയാണ് സലീം കടുകശ്ശേരിയുടെയാണെന്ന് തോന്നുന്നു ഒരു കവിത എനിക്ക് ഇന്നലെ വായിച്ചത്. ആ കവിത ഇങ്ങനെയാണ്: ശില്പിയോട് ചോദിച്ചു അച്ഛൻ ആരെന്ന്. ശില്പം പണിതുകൊണ്ടിരുന്ന ശില്പിയോട് ചോദിച്ചു അച്ഛൻ ആരെന്ന്. തന്നോടാണെന്ന് കരുതി ദൈവം പറഞ്ഞു മനോഹരൻ ആശാരി എന്ന്. തന്നോടാണെന്ന് കരുതി ദൈവം പറഞ്ഞു മനോഹരൻ ആശാരി എന്ന്. സഖാവ് VS എന്ന പേരിൽ ജനഹൃദയങ്ങളിൽ ചിരസ്ഥായിയായ സഖാവ് VS അച്യുതാനന്ദൻ എന്ന മഹത്തായ വിപ്ലവകാരിയുടെ 1ാമത് ചരമവാർഷികമാണ് ഇന്ന് രാജ്യത്തും നമ്മുടെ കേരള സംസ്ഥാനത്തിൻ്റെ വിവിധ ബ്രാഞ്ച് മേഖലകളിലും അനുസ്മരണ യോഗങ്ങളും പുഷ്പാർച്ചനയും പതാക ഉയർത്തലുമടക്കമുള്ള പരിപാടികളുമായി നടത്തുന്നത്. ആ അനുസ്മരണ യോഗങ്ങൾ സമുദ്രതീരം പോലുള്ള ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന ഒരു സ്ഥാപനം ഏറ്റെടുക്കുവാൻ നമ്മുടെ ഈ മേഖലയിൽ തയ്യാറാവുകയും സഖാവ് VSനെ പോലെയുള്ള മഹത്തായ വിപ്ലവകാരികളെ അനുസ്മരിക്കുന്ന ചടങ്ങ് സംഘടിപ്പിക്കുവാൻ മുന്നോട്ട് വന്ന സമുദ്രതീരത്തിൻ്റെ ചെയർമാൻ ശ്രീ റൂവൽ സിംഗിനെയും അതുപോലെ അതിൻ്റെ ട്രസ്റ്റ് അംഗങ്ങളെയും ആദ്യമായി നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും വിസ്മരിക്കാൻ കഴിയാത്ത മനുഷ്യസ്നേഹത്തിൻ്റെ മുഖമാണ് സഖാവ് VS. എവിടെ അനീതിയും അസമത്വവും നിറഞ്ഞാടുന്നുവോ അവിടെ യാതൊരു ഭയലേശമില്ലാതെ, ഭൂരിപക്ഷ ന്യൂനപക്ഷ വ്യത്യാസമില്ലാതെ കരുത്തോടെ നിശ്ചയദാർഢ്യത്തോടെ ഇടപെടാൻ കഴിഞ്ഞിരുന്ന ഒരു വിപ്ലവകാരി സഖാവ് VS. ഒരു വിഷയത്തിൽ VS ഇടപെട്ടു എന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ആ കുടുംബത്തിന് അല്ലെങ്കിൽ ആ സംഘടനയ്ക്ക്, ആ പ്രദേശത്തിന്, ആ നാട്ടുകാർക്കുണ്ടാകുന്ന ഒരു ആത്മവിശ്വാസം വേറിട്ടതായിരുന്നു. മറ്റാരേക്കാളും ഒരു വിശ്വാസം VSൽ
കേരളീയ സമൂഹം അർപ്പിച്ചിരുന്നു. തൊഴിലാളി വർഗ പ്രസ്ഥാനം കെട്ടിപ്പടുത്തുകൊണ്ട് കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കുന്ന ജോലിയായിരുന്നു സഖാവ് VS പാർട്ടി ഏൽപ്പിച്ചിരുന്നത്. അന്ന് മുതൽ തുടങ്ങിയ തൻ്റെ സംഘടനാ പ്രവർത്തനം ബ്രിട്ടീഷ് സ്വേച്ഛാധിപത്യത്തിനെതിരായ സമരത്തിലടക്കം ചെറുപ്പകാലത്ത് പങ്കാളിയായിക്കൊണ്ട് നിരവധി സമര പോരാട്ടങ്ങളാണ് VS പുന്നപ്ര വയലാറിലടക്കം സംഘടിപ്പിച്ചിട്ടുള്ളത്. നിരവധി സമരങ്ങളിൽ പങ്കെടുത്ത സഖാവിനെ നിരവധി മർദ്ദനങ്ങളും ജയിൽവാസവും തന്നെ അനുഷ്ഠിക്കേണ്ടി വന്നിട്ടുണ്ട്. പോലീസിൻ്റെ ക്രൂര മർദ്ദനങ്ങൾക്ക് വിധേയനായ സഖാവ് VS കാലിലൂടെ പോലീസിൻ്റെ ബയണറ്റ് കുത്തിയിറക്കുമ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന വേദന ഒരിക്കലും നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ആ വേദന കടിച്ചമർത്തിയത് തീർച്ചയായും അടിച്ചമർത്തപ്പെട്ടവൻ്റെ മോചനത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൻ്റെ കരുത്ത് പകരുന്ന ഒന്നാണ്. സഖാവ് VS ക്രൂര മർദ്ദനത്തിന് വിധേയനായി കുറ്റിക്കാട്ടിലേക്ക് മരിച്ചു എന്ന ധാരണയിൽ വലിച്ചെറിഞ്ഞ ഒരു ഘട്ടമുണ്ടായിരുന്നു. അതിൽ നിന്നെല്ലാം ഉയർത്തെഴുന്നേറ്റ് വന്ന് കേരളത്തിലെ ലക്ഷോപലക്ഷം ജനങ്ങളെ പ്രശ്നങ്ങൾ ഇടപെട്ടുകൊണ്ട് പോരാട്ടത്തിൽ കർമ്മനിരതനായി മാറിയ സഖാവ് VS കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായും വളരെ ശേഷി പ്രകടിപ്പിച്ച സന്ദർഭങ്ങളായിരുന്നു. വിശ്വാസം ആണ് VS ആ V എന്ന് പറയുന്നത് തന്നെ ഒരു വിശ്വാസം എന്നാണ് എല്ലാവരും പറഞ്ഞത്. കാര്യം ഏത് പ്രതിസന്ധി ഉണ്ടായാലും, കേരളത്തിന് ഏത് പ്രതിസന്ധി ഉണ്ടായാലും, ഒരുപക്ഷെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം അല്ലെങ്കിൽ കേരളത്തിൻ്റെ ചരിത്രം സഖാവ് VS മുമ്പും സഖാവ് VS ശേഷവും എന്നുള്ള തരത്തിലേക്ക് നമുക്ക് രേഖപ്പെടുത്താവുന്നതാണ്. സഖാവ് VS ജീവിത കാലഘട്ടത്തെ സംബന്ധിച്ചെല്ലാം പറഞ്ഞു. അച്ഛനും അമ്മയും വളരെ കുഞ്ഞായിരിക്കുമ്പോൾ മരണപ്പെടുന്നു. അച്ഛൻ്റെ പിന്നെ ആ ജ്യേഷ്ഠൻ്റെ തുണിക്കടയിലെ തയ്യൽ തൊഴിലാളിയായി പണിക്കാരനായി പോകുന്നു. കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നു. ജനിച്ചു വീണത് ഇന്ന് കാണുന്ന കേരളത്തിലെല്ലാം തിരുവിതാംകൂറിലാണ്. അങ്ങ് ആലപ്പുഴയ്ക്കപ്പുറം വരെ നിൽക്കുന്ന തിരുവിതാംകൂറിലാണ് ജനിച്ചു വീഴുന്നത്. കേരളം രൂപീകരിക്കപ്പെടുന്നതിന് മുമ്പ് 1923 സഖാവ് VS ജനിക്കുമ്പോൾ അന്നത്തെ കേരളത്തിൻ്റെ സ്ഥിതി, പിന്നീട് സ്വാതന്ത്ര്യസമരവും തൊഴിലാളി വർഗത്തിൻ്റെ ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള പുന്നപ്ര വയലാർ സമരവും അതിനുശേഷം ഐക്യകേരളം രൂപപ്പെടുന്നതും ആ ഐക്യകേരളത്തിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകർ വേട്ടയാടപ്പെടുന്നതും സഖാവ് VS ഉൾപ്പെടെയുള്ളവർ അനുഭവിച്ചിട്ടുള്ള ത്യാഗം, കയറും കശുവണ്ടിയും കൈത്തറിയും മത്സ്യമേഖലയിലും ഒക്കെ തന്നെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും പണിയെടുക്കുന്ന തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് അവനെ നിവർന്നു നിൽക്കുവാൻ ജാതിക്കും മതത്തിനും അത്തരത്തിലുള്ള തൊട്ടുകൂടായ്മയും അത്തരത്തിലുള്ള സാമൂഹികമായിട്ടുള്ള വിപത്തുകൾക്കെതിരെയുള്ള പോരാട്ടങ്ങളുമൊക്കെ സംഘടിപ്പിച്ച്, അത് ജാതീയമായിട്ടൊന്നും ആയിരുന്നില്ല, കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ടാണ്. കർഷക തൊഴിലാളി മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഒട്ടനവധിയായിട്ടുള്ള സാമൂഹിക മാറ്റങ്ങൾ കേരളത്തിന് നേടിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞത്. ഒട്ടനവധിയായ സാമൂഹിക പരിഷ്കർത്താക്കൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് കേരളത്തിൽ ആ സാമൂഹിക പരിഷ്കരണത്തിൻ്റെ ആ നല്ല വശങ്ങൾ ഉൾക്കൊള്ളുവാൻ വേണ്ടി കഴിഞ്ഞു? കേരളത്തിൽ, ഇന്ത്യയിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇല്ലാഞ്ഞിട്ടാണോ? രാജാറാം മോഹൻ റായിക്ക് ആണ് ഏറ്റവും കാണുന്ന ഒരു സാമൂഹിക പരിഷ്കർത്താവ്. സതി എന്ന് പറയുന്നൊരു സമ്പ്രദായത്തെ നിർത്തലാക്കിയ രാജാറാം മോഹൻ റായിയെ നമുക്കറിയാം. ഭർത്താവ് മരിക്കുമ്പോൾ ഭാര്യയും കൂടെ ചിതയിൽ ചാടി മരിക്കണം. തൊട്ടപ്പുറത്ത് തമിഴ്നാട്ടിലും കർണാടകത്തിലും ഉൾപ്പെടെ തന്നെ ശ്രീനാരായണ ഗുരുവിനെ പോലെ, അയ്യങ്കാളിയെപ്പോലെ, അങ്ങനെ പട്ടംബിസ്വാമിയെപ്പോലെ നിരവധിയായ സാമൂഹിക പരിഷ്കർത്താക്കൾ ഉണ്ടായിരുന്നു. എന്നാലും അവർ ഉണ്ടാക്കിയ ആശയങ്ങൾ ഇന്ന് കേരളത്തിൽ ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും ഉണ്ടാക്കിയ സാമൂഹിക പരിഷ്കരണ ആശയങ്ങളോടൊപ്പം തന്നെ അത് നിലനിന്നു പോകുന്നില്ല. ഇപ്പോഴും ഈ സാമൂഹിക ഉച്ചനീചിത്വങ്ങൾ ഇന്ത്യയിൽ കേരളത്തിനപ്പുറത്തേക്ക് മാറി നിൽക്കുന്നു. കേരളത്തിൽ ഇന്നും ഇല്ല എന്നുള്ളതല്ല, പക്ഷെ കേരളത്തിൽ കുറവാണ്. ചില മനസ്സുകളിലെല്ലാം തന്നെ ഇത് നിൽക്കുന്നുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്നാൽ സാമൂഹിക പരിഷ്കരണ ഈ നേതാക്കന്മാരുടെ ആശയങ്ങളിൽ നിന്നും അതിന് പിൽക്കാലത്തേക്ക് ഉയർന്നു വന്നിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ എവിടെയൊക്കെ ശക്തമായിരുന്നോ ആ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ശക്തമായിരുന്ന മണ്ണിലാണ് ഈ സാമൂഹിക പരിഷ്കരണ ആശയങ്ങൾ കൂടുതൽ ശക്തമായി ഉയർന്നു വരുവാൻ വേണ്ടി കഴിഞ്ഞത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിർഭാഗ്യവശാൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക്
കേരളത്തെപ്പോലെ ചൂടുറപ്പിച്ച് വരുവാൻ വേണ്ടി കഴിഞ്ഞില്ല എന്നുള്ളതാണ് പ്രശ്നം. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. സഖാവ് വി എസ് അത്തരത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് ഏറ്റവും വലിയ സമരമുഖത്തിലേക്ക് കടന്നു വരികയും കേരളത്തിലെ മണ്ണിനും വിണ്ണിനും സ്ത്രീകൾക്കും കുട്ടികൾക്കും എല്ലാ വിഭാഗം വരുന്ന ജനവിഭാഗങ്ങൾക്കും എല്ലാം തന്നെ അവർക്കൊരു പ്രതിസന്ധി ഉണ്ടായാൽ അവരുടെ എല്ലാം മനസ്സിൽ സ്വന്തം രക്ഷകർത്താക്കളോടൊപ്പം ആശ്വാസമായി ഓടി വരുന്ന ഒരു പേരായി സഖാവ് വി എസും ഉണ്ടായിരുന്നു 2025 വരെ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ വി എസിൻ്റെ നഷ്ടം എന്ന് പറയുന്നത് നമുക്കൊരിക്കലും നേത്തുവാൻ വേണ്ടി കഴിയുന്നതല്ല. പക്ഷെ വി എസ് ഉയർത്തിയ ആശയം, വി എസിന് കേരളത്തിന് നൽകിയിട്ടുള്ള ഒരു പോരാട്ട മുഖം, വി എസ് നമുക്കെല്ലാവർക്കും നൽകിയിട്ടുള്ള ഒരു ആത്മവിശ്വാസവും എല്ലാം തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു ചതിയിൽപ്പെട്ടാലോ കേരളം ഏതെങ്കിലും ഒരു പ്രതിസന്ധിയിലേക്ക് പോകുവാൻ വേണ്ടുന്ന സാഹചര്യമുണ്ടായാലോ കേരളത്തിൻ്റെ മണ്ണിലോ അല്ലെങ്കിൽ കേരളത്തിൻ്റെ വായുവിലോ ഏതെങ്കിലും ഒരു ശക്തി, ഒരു കോർപ്പറേറ്റ് സാമ്പത്തിക മുതലാളിത്ത ശക്തി കടന്നു വന്നുകൊണ്ട് അത് ചൂഷണം ചെയ്യുവാൻ വേണ്ടി വന്നാലോ അതിനുതകുന്ന തരത്തിലേക്ക് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതൃത്വം, ഭരണ നേതൃത്വം മുന്നോട്ട് വന്നാലോ അതിനെയൊക്കെ ചെറുത്ത് തോൽപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള കരുത്ത് ഈ മണ്ണിന് നൽകിയതിൽ സഖാവ് വി എസിനുള്ള പങ്ക് നമുക്കൊരിക്കലും വിസ്മരിക്കുവാൻ വേണ്ടി കഴിയില്ല. സഖാവ് ഉയർത്തിയ ആശയങ്ങളോടൊപ്പം നിന്നുകൊണ്ടുള്ള പോരാട്ടങ്ങളിൽ നമുക്കെല്ലാവർക്കും ഈ നാടിന് വേണ്ടി മുന്നോട്ട് ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സഖാവ് വി എസിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ 1000 അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വർത്തമാനം നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. വി എസിൻ്റെ തീക്ഷ്ണമായിട്ടുള്ള രാഷ്ട്രീയ സാമൂഹ്യ ജീവിതത്തെക്കുറിച്ച് ഇവിടെ പ്രതിപാദിക്കപ്പെട്ടു. വി എസിൻ്റെ സമര പോരാട്ടങ്ങളുടെ കാലഘട്ടത്തിൽ ടി എസ് സുബ്രഹ്മണ്യൻ തിരുമുമ്പ് എഴുതിയ ഒരു കവിത കേരളത്തിൽ വലിയ നിലയിൽ ചർച്ച ചെയ്യപ്പെട്ടു. തല നരയ്ക്കുവതല്ലെൻ്റെ വൃദ്ധത്വം, തല നരയ്ക്കാത്തതല്ലെൻ്റെ യുവത്വം. വി എസ് 90-ാം വയസ്സിൽ മതികെട്ടാമലയിലും പ്ലാച്ചിമട കൊക്കക്കോള ഫാക്ടറിയുടെ മുമ്പിൽ നടന്ന സമരത്തിലും ഒക്കെ സഞ്ചരിച്ചപ്പോൾ 90-ാം വയസ്സിലൂടെ ക്ഷുഭിത യൗവനമായി കേരളം, ലോകം വിലയിരുത്തിയത് വി എസിൻ്റെ സമരസഞ്ചാര പദങ്ങളെയാണ്. കടൽ കാണുന്നത് പോലെയാണ് വി എസ്. കടലിന് വലിയ പ്രത്യേകതയുണ്ട്. നമ്മളുടെ മനസ്സ് ശാന്തമാകുന്നത് കടൽ തീരത്തിരിക്കുമ്പോഴാണ്. പക്ഷേ കടലിരമ്പം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കടലിൻ്റെ ചുഴിയും കടലിൻ്റെ തിരയും കടലിൻ്റെ ആഴങ്ങളും നമ്മളെ കൊണ്ടെത്തിക്കുന്നത്, ആ കടലിൻ്റെ മനോഹാരിത നമ്മളെങ്ങനെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് പോലെയാണ് വി എസിൻ്റെ സമര ഇതിഹാസപരമായിട്ടുള്ള ജീവിതവും ജീവിത ചക്രവും എന്നുള്ളതാണ് നേരത്തെയുള്ള പ്രഭാഷണങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അടുത്തറിയുമ്പോഴാണ് സ്നേഹത്തിൻ്റെ ഏറ്റവും ഊഷ്മളമായ ഭാവവും എന്നാൽ പ്രതിലോമകരമായ രാഷ്ട്രീയത്തെ ശക്തമായി തൻ്റെ വാക്കുകൾ കൊണ്ട് ഏറ്റവും പെരുക്കൻ എന്ന് നമുക്ക് തോന്നിപ്പിക്കുമ്പോഴും സ്നേഹത്തിൻ്റെ ഏറ്റവും ഊഷ്മളമായിട്ടുള്ള ഘട്ടങ്ങളും ഒക്കെ തന്നെ വ്യത്യസ്ത രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ ഓർമ്മകൾ എല്ലാം തന്നെ ഉണ്ടാകുന്നത് മരണം അനിവാര്യമാണ് ജീവിതത്തിൽ എന്നുള്ളതുകൊണ്ട് സ്വാഭാവികമായും അവരെല്ലാം ചെയ്ത ഇത്തരം ഓരോ പ്രവർത്തികൾ വരും കാലഘട്ടം ഏറ്റെടുക്കും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യങ്ങൾ. വർഷങ്ങളായി ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി, തൊഴിലാളി വർഗത്തിന് വേണ്ടി, സാധാരണക്കാരന് വേണ്ടി പടപൊരുതിയ ഒരു ജനകീയ നേതാവായിരുന്നു സഖാവ് വി എസ്. ഞാൻ കൂടുതൽ വിശേഷങ്ങൾക്കൊന്നും തന്നെ പോകുന്നില്ല. നമ്മളെല്ലാം തന്നെ അറിയപ്പെടുന്ന വി എസ് ഏറ്റവും വലിയ മനുഷ്യസ്നേഹിയായിരുന്നു എന്ന് നമുക്കറിയാൻ കഴിയും. കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിലെ ആ പ്രസ്ഥാനത്തിൽ അതിൽ ജോലി ചെയ്യുന്നവർ, കർഷക തൊഴിലാളികൾ, അവരെ സംഘടിപ്പിച്ചുകൊണ്ട് അവരെ ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം കാണുന്നതിനാവശ്യമായ സമര പോർമുഖങ്ങൾ തുറന്നുകൊണ്ട് തൻ്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ച വി എസ് ഈ നാട്ടിലെ
എല്ലാ വിഭാഗം തൊഴിലാളി വർഗത്തിൻ്റെയും നേതാവായി വളരുകയായിരുന്നു ഉണ്ടായത്. എൻ്റെ അനുഭവം രണ്ട് സമരങ്ങളിലാണ് എനിക്ക് അദ്ദേഹത്തെ കൂടുതൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒന്ന് കശുവണ്ടി സമരത്തിലും മറ്റൊന്ന് പ്രൈവറ്റ് ബസ്സിൻ്റെ സമരത്തിലും. പ്രൈവറ്റ് ബസ്സിൻ്റെ സമരത്ത് കൊല്ലത്ത് ആ സമരം ഉദ്ഘാടനം ചെയ്യുവാൻ VS വന്ന വേദിയിൽ നിന്നുള്ള പ്രസംഗങ്ങൾ, സമരം കരുണാകരൻ്റെ കാലത്ത് പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് നേരിടുന്ന ഘട്ടത്തിൽ അന്ന് ഇന്നത്തെ പ്രൈവറ്റ് ബസ്സിൻ്റെ മുതലാളിമാർ കണക്കല്ല, അതികഠിനമായ രീതിയിൽ തൊഴിലാളികളെ ദ്രോഹം ചെയ്യുന്ന ആ മുതലാളിമാർക്കെതിരെ VS ഒരു വാചകമേ പറഞ്ഞോളൂ: എത്ര ലക്ഷമുള്ള വാഹനമായാലും ശരി തന്നെ, ഒരു തീക്കൊള്ളി എന്ന് 3 പ്രാവശ്യം പ്രസംഗിച്ച് അതിന് ആ തൊഴിലാളികളെല്ലാം തന്നെ ആവേശം കൊള്ളിച്ച് ആ സമരമുഖത്തുനിന്ന് പോയി. പിറ്റേന്ന് കേരളത്തിൻ്റെ പല ഭാഗത്തും പല ബസ്സുകളും കത്തിക്കരിഞ്ഞു. അങ്ങനെ നിശ്ചയദാർഢ്യത്തോടു കൂടി ഒരു സമരമുഖത്ത് നിന്ന് കഴിഞ്ഞാൽ ആ സമരം വിജയിപ്പിക്കുവാൻ ആവശ്യമായിട്ടുള്ള എല്ലാ പിന്തുണയും ആ തൊഴിലാളികൾക്ക് അല്ലെങ്കിൽ ആ സമൂഹത്തിന് നൽകിക്കൊണ്ട് അത് അവസാനിപ്പിക്കുന്നവരെയും നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന സമര പോരാളിയായിരുന്നു സഖാവ് VS. അതേ കണക്ക് തന്നെയാണ് കശുവണ്ടി മേഖലയിലെ സമരത്തിൽ 80കളിൽ നടന്നിട്ടുള്ളതിനകത്ത്. അത്തരത്തിൽ തൊഴിലാളികളെ ചേർത്ത് പിടിച്ച് കേരളത്തെ ജനതയെ അങ്ങേയറ്റം സ്നേഹിച്ച സഖാവ് VS നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് ഇന്ന് 1 വർഷം തികയുകയാണ്. തീർച്ചയായിട്ടും അദ്ദേഹം നൽകിയ ആവേശങ്ങൾക്ക് മുന്നിൽ അത് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ അനുസ്മരിക്കുന്നു, നിർത്തുന്നു. നമ്മുടെ കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും പാർട്ടിയുടെ ഉന്നത പദവിയിൽ അലങ്കരിച്ചിരുന്നതുമായ നമ്മുടെ പ്രിയ സഖാവിൻ്റെ മുന്നിൽ ഒരുപിടി രക്തപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യങ്ങൾ. മറ്റ് നേതാക്കന്മാർക്കപ്പുറം ഇപ്പോൾ AKG നായനാർ അല്ലെങ്കിൽ PKV, പിന്നെ വെളിയം ഭാർഗവൻ, അങ്ങനെയുള്ള ഒത്തിരി വ്യക്തിത്വമുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ നമുക്ക് കടന്നു പോയെങ്കിൽ അവസാനമായി ഈ VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന മനുഷ്യൻ നമ്മളിൽ നിന്ന് വേർപെട്ടു പോകുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹത്തിന് ശാരീരികമായ അവശത ഉണ്ടായിരിക്കുമ്പോഴൊക്കെയും നമ്മളുടെയൊക്കെ മനസ്സിൽ കമ്മ്യൂണിസ്റ്റുകാരൻ അല്ലെങ്കിൽ ആ ചിന്താഗതി പുലർത്തുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് നമുക്ക് അപാരമായ ഒരു ഹൃദയത്തിൻ്റെ ഉള്ളിൽ തട്ടുന്ന ഒരു വേദന ഉണ്ടായിരുന്നു. തുടർന്ന് അദ്ദേഹം മരണപ്പെട്ടപ്പോൾ നമുക്കത് വിശ്വസിക്കുക, അതിനകത്ത് പൊരുത്തപ്പെടുക എന്ന് പറയുന്നത് വളരെ പ്രയാസമായിരുന്നു. ഇപ്പോൾ 1 വർഷം കഴിഞ്ഞ് പോയിരിക്കുന്നു. അദ്ദേഹം കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായും മുഖ്യമന്ത്രിയായും അതിനപ്പുറം നമ്മൾ ആരാധിക്കുന്ന ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ സർവസംബന്ധിയായ ഇടപെടലുകൾ ഇവിടെ പറഞ്ഞതുപോലെ അദ്ദേഹം രാഷ്ട്രീയ നേതാവ്, ശക്തനായ ഉറച്ച രാഷ്ട്രീയ ഉള്ള ആളും ഭരണാധികാരി ആയിരിക്കുമ്പോൾ പോലും ഭൂമിയുടെ ഏതെങ്കിലും ഒരറ്റത്ത് ആരെങ്കിലും അനധികൃതമായി ഇടപെടുന്നു എന്ന്, അതല്ലെങ്കിൽ പരിസ്ഥിതിയെ ബാധിക്കുന്ന ഒരു വിഷയങ്ങളിൽ അമിതമായി അതൊന്നും മാറ്റി നിർത്താൻ കഴിയുന്ന ഒരു കാലമല്ല എങ്കിൽ കൂടി അദ്ദേഹം ശക്തമായി അതിനെതിരെ വാദിക്കുകയും പ്രവർത്തിക്കുകയും ഇറങ്ങി നിന്ന് പരിസ്ഥിതിവാദികൾക്കൊപ്പം നിന്ന് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹം ഒരിക്കലും പ്രസംഗത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന മനുഷ്യനായിരുന്നില്ല. എല്ലാ കാര്യങ്ങളിലും അദ്ദേഹത്തിന് നിലപാടുകളുണ്ടായിരുന്നു. ആ നിലപാടുകൾക്ക് വിരുദ്ധമായി ഏതെങ്കിലും ഒരു പ്രവർത്തനം സംസ്ഥാനത്തോ രാജ്യത്തൊട്ടുക്കുമോ നടന്നാൽ ശക്തമായി ആദ്യം പ്രതികരിക്കുന്ന മനുഷ്യനായിരുന്നു അദ്ദേഹം, നേതാവായിരുന്നു അദ്ദേഹം എന്നുള്ളത് നമുക്ക് വളരെ ഓർമ്മിക്കപ്പെടുന്ന ഒരു സംഭവങ്ങളാണ്. സ്വന്തം രാഷ്ട്രീയ പാർട്ടിക്ക് അകത്ത് തന്നെ പലവിധ ചുഴിക്കുത്തുകൾ ഉണ്ടാകുമ്പോൾ അതിനെതിരെ
പാർട്ടി സ്വന്തം പാർട്ടിയാണെന്ന് പോലും നോക്കാതെ അതിനെതിരെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും നിലപാടുകൾ എടുക്കുകയും വാദിക്കുകയും ചെയ്യുന്ന മനുഷ്യനായിരുന്നു VS അച്യുതാനന്ദൻ. അങ്ങനെയുള്ള മനുഷ്യർ സത്യം പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ കുറഞ്ഞ് വരികയായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. വേണമെങ്കിൽ പറയാം ഏറ്റവും അവസാനത്തെ അത്തരം മനുഷ്യരുടെ കണ്ണിയിലെ ഏറ്റവും അവസാനത്തെ മനുഷ്യനായിരുന്നു, പച്ച മനുഷ്യനായിരുന്നു VS അച്യുതാനന്ദൻ എന്ന് നമ്മൾ കരുതേണ്ടി വരും. അങ്ങനെയുള്ള ആ മനുഷ്യൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ 1000 രക്തപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഒരു ചെറിയ കവിത ചൊല്ലണമെന്നും വിചാരിച്ചുകൊണ്ട് വന്നതല്ല. എന്തായാലും അമ്മയും കുഞ്ഞും എന്ന് പറയുന്ന VS അച്യുതാനന്ദനുമായിട്ടോ വിപ്ലവമായിട്ടോ ഒന്നും യാതൊരു ബന്ധവുമില്ലെങ്കിലും ഞാൻ ആ കവിത ഇവിടെ അവതരിപ്പിക്കുന്നു. കവിതയുടെ പേര് അമ്മയും കുഞ്ഞും. കരഞ്ഞു കണ്ണീരുണങ്ങിയ നേരത്തമ്മ പറഞ്ഞു, മോനെ നിനക്കുള്ളതാണ് ഈ ഉരുളച്ചോറും ചമ്മന്തിയും. കരഞ്ഞു കണ്ണീരുണങ്ങിയ നേരത്തമ്മ പറഞ്ഞു, മോനെ നിനക്കുള്ളതാണ് ഈ ഉരുളച്ചോറും ചമ്മന്തിയും. വേണ്ട വെറുതെ വാശിയും പിടിവാശിയും ചോരുന്ന കാലത്തിലെ പാതിവെന്ത ചോറല്ലുയിരിൻ്റെ പാതിയാണീ അന്നം. വേണ്ട വെറുതെ വാശിയും പിടിവാശിയും ചോരുന്ന കാലത്തിലെ പാതിവെന്ത ചോറല്ലുയിരിൻ്റെ പാതിയാണീ അന്നം. വാരി ഭക്ഷിക്കുക, അച്ഛനില്ലാത്ത നിനക്കായി അമ്മയ്ക്കിത്രയേ ചെയ്യാനാവൂ, ക്ഷമിക്കുക കുരുന്നേ നീ. VS അച്യുതാനന്ദൻ്റെ 1ാം ചരമവാർഷികം ആണ് ഇവിടെ നടക്കുന്നത്. അതോടൊപ്പം VSനെ കുറിച്ച് ഇവിടെ എല്ലാവരും കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു. ഈ ചടങ്ങിൽ VSൻ്റെ അനുസ്മരണത്തിൽ വന്ന് പങ്കെടുക്കുകയും അതിനോടൊപ്പം സഹകരിക്കുകയും ചെയ്ത നിങ്ങളോർക്കും എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. കരിമണ്ണിൽ കാതോർത്തുറങ്ങുന്ന വിത്തിൻ്റെ കണ്ണായി മുളച്ചു നീ പൊന്ത്. അങ്ങനെയായിരുന്നു VSൻ്റെ ജീവിതം. കല്ലിനടിയിലൂടുറുവ കണ്ണിയായി, കല്ലിൻ്റെ അടിയിലൂടെ ഒഴുകുന്ന ഊർവ കണ്ണി, അത് നിഷ്കളങ്കമായ ജലമാണ്. കല്ലിനടിയിലൂടുറുവ കണ്ണിയായി കണ്ണു തുറന്നുയർന്നൊഴുക്. അതായിരുന്നു പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം. മകനെ നീ നാട്ടുപൗരനാകാതൊരു മനുഷ്യൻ്റെ പച്ചയായിത്തീര്. ഇത് അറം പറ്റിയ കവിതയായിരുന്നു കടമ്മനിട്ടയുടെ VSനെ സംബന്ധിച്ച്. കാരണം പച്ചയായൊരു മനുഷ്യനായതുകൊണ്ടാണ് മരണത്തിന് ശേഷവും അദ്ദേഹം നിഷേധിച്ചത്. കിട്ടിയ അവാർഡ് നിഷേധിയായിരുന്നു. TP മരിച്ചപ്പോൾ അദ്ദേഹത്തെ എൻ്റെ ഭാര്യയെ ആശ്വസിപ്പിക്കാൻ പോയ ഒരേ ഒരു നേതാവ് അതായിരുന്നു. അദ്ദേഹം നേരത്തെ പറഞ്ഞത് അദ്ദേഹത്തിന് മറകളില്ലായിരുന്നു. തെളിനീർ തടാകം പോലെയായിരുന്നു. കരിമണ്ണിൽ കാതോർത്തുറങ്ങുന്ന വിത്തിൻ്റെ കണ്ണ് മുളച്ച് പൊന്തുന്നത് പോലെയായിരുന്നു. എത്ര കട്ടത്തറയിൽ ചേന വെച്ചാലും അതിൻ്റെ കണ്ണ് മുളച്ച് വരുന്നത് പോലെയായിരുന്നു VSൻ്റെ പ്രവർത്തനം. അങ്ങനെയുള്ള ഈ അനുസ്മരണം P. ഭാസ്കരൻ സാറിൻ്റെ വരി കടമായെടുത്ത് പറഞ്ഞാൽ, മറവിതൻ മാർഡത്തിൽ മയങ്ങാൻ കിടന്നാലും ഓർമ്മകൾ ഓടിയെത്തി ഇന്നല്ല എന്നും ഉണർത്തിടും. അങ്ങനെയുള്ള ഈ വ്യക്തിയുടെ അനുസ്മരണ സമ്മേളനത്തിൽ ഇന്നിവിടെ സംഘടിപ്പിച്ചതിൽ ഈ അച്ഛനും അമ്മമാരും എത്രയോ ഭാഗ്യമുള്ളവരാണ്. വാക്കുകൾ വാചകമായെടുത്ത് ഇവിടെ അറിവ് കിട്ടുന്ന ഒരുപാട് വ്യക്തിത്വങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്. വാക്കുകൾ വാചകങ്ങളായെടുത്തുള്ള ഗ്രന്ഥപുരയാണ് ഇവിടെ വന്ന് ഒരു പുസ്തകവും വായിക്കേണ്ട. ഇവിടെ വരുന്ന വ്യക്തികളുടെ പ്രഭാഷണങ്ങൾ കേട്ടാൽ മാത്രം മതി ഇവിടെ ഇരിക്കുന്ന അച്ഛനും അമ്മമാർക്കും ഒരുപാട് അറിവുണ്ടാവും. അങ്ങനെയുള്ള പുണ്യം ചെയ്ത ഈ അച്ഛനമ്മമാരെ പരിപോഷിപ്പിക്കുന്ന ഈ വലിയ ഈ സാമൂഹ്യ പ്രസ്ഥാനത്ത് വന്ന് ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുവാനുള്ള അവസരം കിട്ടിയതിലുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് ഞാൻ വീണ്ടും ഓർക്കുകയാണ്, ഈ ഒരു മഹാനായ കമ്മ്യൂണിസ്റ്റ് വ്യക്തിയെ മറ്റൊരു മഹാനായ കോൺഗ്രസ് വ്യക്തി പറഞ്ഞൊരു വാക്കുണ്ട്, ഭഗവാൻ കാറൽ മാർക്സ്. അത് അത്രത്തോളം വായന ഉണ്ടെങ്കിലേ പറയാൻ പറ്റും. ഇവിടെ ശ്രീ സജിനാഥ് പറഞ്ഞത് ശരിയാണ്. വായന ഒരു രാഷ്ട്രീയക്കാരൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണ്. വായിച്ചതിന് ശേഷമേ ബ്രാഞ്ച് അംഗം പോലും ആകാമെന്നായിരുന്നു ഒരു പക്ഷേ പണ്ടത്തെ ഒരു രാഷ്ട്രീയ രീതി. വായനയാണ് ആദ്യം വേണ്ട ക്വാളിഫിക്കേഷൻ.
ഞാൻ ആലോചിക്കും, ഞാൻ പ്രീ ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പം ഈ രാഷ്ട്രീയ നേതാക്കന്മാർ പ്രസംഗിക്കാൻ വരുമ്പം ശ്രീ കണിയാപുരം, ശ്രീ കടവൂർ ശിവദാസൻ, എത്രയോ സംസ്കൃത പണ്ഡിതരായിരുന്നു അവരൊക്കെ. അവരുടെ പ്രസംഗം മാത്രം കേട്ടാൽ മതി, നമുക്കൊരുപാട് അറിവുകൾ കിട്ടും. അങ്ങനെ ഞാൻ ഈ അവസരത്തിൽ എൻ്റെയും ഒരു വായനയുടെ അറിവിൽ നിന്നുകൊണ്ട് ഞാൻ പറയുന്നു, ഇത് ഭഗവാൻ VS എന്ന് പറയാം, ഒരു മടിയില്ല. കാരണം അതിന് മുന്നേ ശബരിമല ക്ഷേത്രത്തിന് തീ പിടിച്ചപ്പോൾ മുഖ്യമന്ത്രി പദവിയിൽ ഇരുന്നു കൊണ്ടൊരു മഹാൻ പറഞ്ഞു, ഒരു അമ്പലം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസികളില്ലാതാകുമെന്ന്. അത് അന്നത്തെ കാലത്ത് പറഞ്ഞ്, ഇന്നത്തെ കാലത്ത് ആരും അത് പറയത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ആ കാലഘട്ടത്തിൽ കാറൽ മാക്സിനെ വിളിച്ചത് ഭഗവാൻ കാറൽ മാക്സ് എന്നായിരുന്നു C. കേശവൻ വിളിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള സംവാദങ്ങൾക്ക് ഇവിടെ എത്താൻ എനിക്ക് കാരണഭൂതനായ ശ്രീ റിവൽ സിംഗിന് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.